അതെ, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് എന്നിങ്ങനെയുള്ള എന്തൊക്കെയോ പുതിയ വാക്കുകൾ പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആരാ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇത് ആരാ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കോമഡിയല്ലേ ഈ ഡിപ്രഷൻ, മൂഡ് സ്വിങ് എന്നൊക്കെ പറഞ്ഞ വാക്ക് പറയുമ്പോൾ പ്രത്യേക ഒരു ചിരി, അങ്ങനെ ഇങ്ങനെ ചിരി അങ്ങനെ അടക്കാൻ പറ്റണില്ല. ഡിപ്രഷൻ എന്ന വാക്ക് പുതിയതാണോ? പുതിയതൊന്നുമല്ല. ഇതുപോലുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ ഇവരെ പോലെ മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികൾക്കും ഈ വാക്കൊക്കെ പുതിയതായിരിക്കും. ഇത് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, സ്ത്രീ പുരുഷന്മാരുണ്ട്. ഡിപ്രഷൻ എന്ന വാക്ക് നമുക്ക് എങ്ങനെ വന്നു എന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇത്തരത്തിലുള്ള വലിയ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനുള്ളൊരു അറിവ് നൽകണമല്ലോ. ഏകദേശം 100 വർഷങ്ങളായി ഡിപ്രഷൻ എന്നുള്ള ഒരു വാക്ക് സമൂഹത്തിൽ വന്നിട്ട് മലയാളി സമൂഹം ഇപ്പോഴായിരിക്കും ഭൂരിഭാഗം പേരും ഇതൊക്കെ തിരിച്ചറിയുന്നത്, ഇവരെ പോലെയുള്ള ആൾക്കാർ. ഏകദേശം 5th സെഞ്ച്വറി, അതായത് AD 401-500 കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര പിതാവായിട്ടുള്ള ഹിപ്പോക്രേറ്റസ് ആണ് മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ഈ മാനസികമായിട്ടുള്ള വിഷാദ രോഗങ്ങൾ, അതിൻ്റെ മെൻ്റൽ ഇൽനസ് എന്ന രീതിയിൽ മെലൻകോളിയ എന്നൊരു പേരിട്ട് നിർവചിച്ചത്. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം 19th സെഞ്ച്വറിയിൽ ഡിപ്രഷൻ എന്ന ഒരു ടേമിലേക്ക് അത് മാറി. അപ്പം മെലൻകോളിയ ആണ് ഡിപ്രഷൻ എന്നൊരു ടേമിലേക്ക് മാറുന്നത്. അതിനുശേഷം 1930ൽ പലതരത്തിലുള്ള ക്ലിനിക്കൽ പ്രാക്ടീസുകൾ വഴി, അതായത് പലതരത്തിലുള്ള പഠനങ്ങളിൽ ഇത് ഒഫീഷ്യലി ഡിപ്രഷൻ എന്നൊരു പേരിലേക്ക് മാറുകയായിരുന്നു. ഏകദേശം 100 വർഷങ്ങളായപ്പം ഈ ഒരു ഡിപ്രഷൻ എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് വന്നിട്ട്, എന്നിട്ട് ഇതൊരു പുതിയ വാക്കാണെന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പം അത് എന്തുകൊണ്ടാണ് പറഞ്ഞേ? വിവരമില്ലായ്മ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അല്ലേ? ആണോ? ആണ്. അപ്പം ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് മറ്റുള്ള ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അറിവില്ലായ്മ പറയരുത്. അതും ഇത് നിസ്സാരമല്ല. ഇത് ഇങ്ങനെ കോമഡി പറഞ്ഞ് ചിരിക്കാനായിട്ട് ഇതൊരു നിസ്സാര കാര്യമേ അല്ല. ഇതനുഭവിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇത് അനുഭവിച്ച് നിന്ന് പുറത്തു വന്ന മനുഷ്യർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അത് നമുക്ക് കേൾക്കാം. ഇതൊക്കെ വരാൻ കാരണം എന്താ അറിയോ? ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. അയ്യോ, പണിയൊന്നുമില്ലാത്ത ആൾക്കാർക്കാണ് അത്രേ ഡിപ്രഷൻ വരുന്നത്. ഓ എന്താ ഒരു കണ്ടുപിടുത്തം! ഒരു പണിയുമില്ലാത്തവർക്ക് വരുന്ന ഒരു അവസ്ഥയാണോ ഡിപ്രഷൻ? നമുക്ക് നോക്കാം. അല്ല. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല തലങ്ങളുണ്ട്. ഷോർട്ട് ടൈം പീരീഡിൽ സംഭവിക്കുന്നുണ്ട്, ലോങ് ടൈം പീരീഡിൽ സംഭവിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ പറയുകയാണ്, കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്, കൂടാതെ ഒരുപാട് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളുടെ കാര്യം പറയുന്നത്. ഇപ്പം ഈ ഷോർട്ട് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പം മെൻസസ് ആകുന്നതിന് മുമ്പ് PMS എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് ടൈം ഡിപ്രഷനാണ്. അതേപോലെ പ്രഗ്നൻസി, ആഫ്റ്റർ ഡെലിവറി, ഈ സമയത്ത് അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു വാക്കാണ്, നമ്മുടെ മലയാളികൾ ഭൂരിഭാഗം പേർക്കും കേട്ട് പരിചിതമായിട്ട് വേർഡ് എന്ന് പറയാം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് യാതൊരു പണിയുമില്ലേ? അവരിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണോ? ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് എന്താ? ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താ? ഇപ്പം ഈ പറഞ്ഞ വ്യക്തി ഈ അവസ്ഥയിലൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ഫേസ് ചെയ്തിട്ടില്ല, ഈ ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യാത്ത വ്യക്തികൾക്ക്, ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവർക്കോ ഇതൊന്നും വന്നില്ല എന്ന് കരുതി അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ നിസ്സാരമായി കരുതരുത്. ഇവർ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത് ഇവർ ഇത് ഫേസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇവർക്കോ ഇവരുടെ വേണ്ടപ്പെട്ടവർക്കോ ഇവരുടെ കുടുംബത്തിലോ ഈ ഇത്തരം അവസ്ഥകൾ വന്ന് ഇതിൻ്റെ ഭയാനകത അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത ഇവരറിയാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ എന്ന് പറയുന്നത്. ഇത് ഇവർ നേരിട്ട് അറിഞ്ഞാൽ ഇതൊരിക്കലും പറയില്ല. അപ്പോൾ ഡെലിവറി കഴിയുമ്പോഴൊരവസ്ഥ എന്താ? ഹെവി ബ്ലീഡിങ്, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, പുതിയ ഒരു സാഹചര്യം ശരീരത്തിലും മനസ്സിലും ഒക്കെ നടക്കുന്നു. കുഞ്ഞു വന്നു, ആ കുഞ്ഞിൻ്റെ പല ഇത്. അപ്പോൾ ആ സ്ത്രീ വെറുതെ ഇരിക്കുകയാണോ? ആ സ്ത്രീ ശാരീരികവും മാനസികമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന സാധനമല്ല ഡിപ്രഷൻ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, അത് നമുക്ക് കേൾക്കാം. പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ പണ്ടത്തെ വട്ട്. ഇവരെ പോലെയുള്ള ആൾക്കാർ ഈ വട്ട്, ഭ്രാന്ത് എന്നൊക്കെ വളരെ പുച്ഛിച്ച് പരിഹസിച്ച് എന്താ പറയുക, ഇങ്ങനെ കളിയാക്കി പറയുന്നത് കൊണ്ട് തന്നെ
ഇത് നേരിടുന്ന, അതായത് ഡിപ്രഷൻ പോലെയുള്ള മാനസികാവസ്ഥകൾ, മാനസിക വിഷാദങ്ങൾ, ഇതൊരു മെൻ്റൽ ഇൽനെസ്സാണ്. നേരിടുന്ന ആൾക്കാർക്ക് പലരോടും ഇത് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവർ ചുറ്റുവട്ടമുള്ള ആൾക്കാരോട് തുറന്നു പറഞ്ഞാൽ അംഗീകരിക്കപ്പെടാതിരിക്കാം, ഇതേപോലെ കളിയാക്കലുകൾ നേരിടാം എന്നുള്ള ഭയം അവർക്കുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്കത് കൂടുതൽ അവരെ തളർത്തത്തേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേപോലത്തെ അവസ്ഥകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതേപോലത്തെ അവസ്ഥകൾ നേരിടുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇവരെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തുറന്ന് പറയരുത്. അത് നിങ്ങൾ കൂടുതൽ മെൻ്റലി ഡൗൺ ആക്കിയുള്ളൂ. ഡോക്ടേഴ്സിനെ കാണുക, കൗൺസിലിംഗ് നടത്തുക, മെഡിസിൻസ് എടുക്കുക. ഡിപ്രഷൻ പോലുള്ള കേസുകളുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പക്ഷേ ഇത് വരുമ്പോൾ തന്നെ അവർ തിരിച്ചറിയില്ല. ഇപ്പം എൻ്റെ അടുത്ത് പ്രധാനമായിട്ടും വിഷമങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നിസ്സാര കാരണമായിരിക്കും എനിക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അവർക്കത് വലിയൊരു പ്രശ്നമാണ്. അവർക്ക് എങ്ങനെ ഇതിന് തിരിച്ചു വരും എന്നറിയില്ല. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഡെലിവറി കഴിഞ്ഞ് 8 മാസമായിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ്, ആയുർവേദ ഡോക്ടറായിരുന്നു. അവരെന്നെ വിളിച്ചിരുന്നു കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഡെലിവറി കഴിഞ്ഞ് 8 മാസം വരെ തൻ്റെ കുഞ്ഞിനെ അവരിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നൊരു തിരിച്ചറിവ് വന്നപ്പോഴേക്കും അവർക്ക് കുറ്റബോധം വരാൻ തുടങ്ങി. ഞാനൊരു നല്ല അമ്മയല്ല, ഞാൻ എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിയില്ല, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തില്ല. പക്ഷേ അവർ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. കാരണം അവർക്കൊരു കുടുംബം മുഴുവൻ അവരുടെ സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കൂടെ ഇതേപോലത്തെയൊക്കെ വ്യക്തിയൊക്കെ ആണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ ആ സ്ത്രീയൊക്കെ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ, അവരൊരു ലോങ് ടൈം ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൊക്കെ പോയി ചിലപ്പോൾ അവരുടെ ജീവിതം ഒരു ഡിപ്രഷൻ അഡിക്റ്റഡ് ആയിട്ട് പോയേനെ. അപ്പോൾ ഡിപ്രഷനിൽ നിന്ന് കരകയറാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അതിന് പ്രധാന കാരണമാണ് ഇതേപോലത്തെ ആൾക്കാർ. അപ്പോൾ അറിവില്ലായ്മ അലങ്കാരമാക്കി സമൂഹത്തിൽ വന്നിട്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഛർദ്ദിച്ച് വെക്കരുത്. എനിക്ക് അങ്ങനെ തന്നെ പറയണം. എനിക്കൊന്നും, ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ എൻ്റെ പോസ്റ്റുകൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ഇത് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നിയതുകൊണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതേപോലത്തെ അവസ്ഥകൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുടെ വേദനകൾ എനിക്ക് അറിയുന്ന വ്യക്തിയാണ്. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി 1-2 മണിക്കൂറൊക്കെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് വിഷമങ്ങൾ പറയുന്ന മനുഷ്യനെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒന്നും മനസ്സിലാക്കണം, ഡിപ്രഷൻ എന്ന വാക്ക് പുതിയതല്ല. ഓക്കെ. പിന്നെ ഇത് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒന്നല്ല. ഇത്ര രസത്തോടെ പറയാനായിട്ട് ഇത് വരും. ഈ ഡിപ്രഷൻ പോലത്തെ അവസ്ഥകൾ വരുമ്പോൾ അനുഭവിക്കും അത്ര സുഖമൊന്നും ഇല്ല. ഇത് വല്ലാത്ത തീവ്രമായ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. ഇത് വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കൗൺസിലിങ്ങും സപ്പോർട്ടും ട്രീറ്റ്മെൻറ്റുകളും ആവശ്യമാണ്. പിന്നെ ഇതാണ് വട്ട്. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ വിവരമില്ലായ്മ വിളിച്ചു പോകുന്നില്ല. ഇതിനെയൊക്കെ ശരിക്കും വട്ട് കേസ് അങ്ങനെ തന്നെ പറയണം. ഇങ്ങനെ പറഞ്ഞതൊന്നും വിചാരിക്കരുതേ. ഈ വീഡിയോ കാണുന്ന ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഒരു പക്ഷേ ഞാൻ എൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഉള്ളവർ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ. പക്ഷേ ഞാൻ എന്താ പറയുന്നതെന്നറിയോ, ഇത് അനുഭവിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ അവസ്ഥകൾ കടന്നു വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇതുണ്ട്. ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ഞാനൊരു ഹെൽത്ത് പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് അറിയുന്നു, ഒരുപാട് വേദനകൾ ഡീപ്പായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാനസിക രോഗം അല്ലെങ്കിൽ വിഷാദ രോഗം എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമല്ല. ഒരു മെൻ്റൽ ഹെൽത്ത് തകർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് തകർന്നു. ഫിസിക്കൽ ഹെൽത്തുള്ള ഒരു മനുഷ്യന് മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം കഴിഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള ഒരു സഹജീവിക്ക് മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല, ഒരു മൂഡ് സ്വിംഗ് എന്ന് അവർ പറയുന്നില്ല, അവർ അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം വിഷമമൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ സഹജീവികൾ കാണുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി അവർക്കതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊരു സഹജീവിയായിട്ടെങ്കിലും നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള ഇതേപോലത്തെ ഡിപ്രഷൻ ആയിക്കോട്ടെ, ഒരുപാട് തരത്തിലുള്ള മെൻ്റൽ ഇൽനെസ്സുകൾ ധാരാളം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അത് മെൻ്റൽ ഇൽനെസ് മാത്രമല്ല, ഫിസിക്കൽ ഇൽനെസ്സും ഉണ്ട്. അത് ഫിസിക്കലി നമ്മുടെ ഹെൽത്ത് ഭയങ്കര വീക്കാണ്. അപ്പം മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ വളരെയധികം വീക്കാണ് ഇന്ന്. ഒരുപാട് അവസ്ഥകളുണ്ട്, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് കാരണങ്ങളുണ്ട്. പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അത് അന്ന് തുറന്ന് സംസാരിക്കപ്പെടാതെ അല്ലെങ്കിൽ സമൂഹത്തിൽ അതൊരു സംസാരമായി ചർച്ചയായി പലരിലേക്കും ഈ ഒരു നോളജ് എത്താതിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എന്നിട്ടും ഇത്രയധികം കാലഘട്ടം വികസിച്ചിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്ക്, ഡിപ്രഷൻ എന്തൊക്കെയോ പുതിയ വേർഡ് എന്ന രീതിയിൽ ഇത്രയധികം, അതും ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവരൊക്കെ സമൂഹത്തിൽ വന്ന് വിഡ്ഢിത്തരം വിളമ്പുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മനുഷ്യർ ഈ സമൂഹത്തിൽ ഇനിയും ധാരാളം ഉണ്ടെന്നും നമ്മൾ പലരും തിരിച്ചറിയുക.
ധാരാളം പേരുണ്ട് ഇവരെ പോലത്തെ ആൾക്കാർ. ഇതേപോലെ തന്നെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ധാരാളം പേരുമുണ്ട്. ഡിപ്രഷൻ ഒരു നിസ്സാരക്കാരനല്ല. അത് അനുഭവിക്കുന്ന വ്യക്തികളുടെ അവസ്ഥയും അതിതീവ്രമാണ്. ഈ തിരിച്ചറിവുണ്ടാകണം കേട്ടോ. വിശദീകരിച്ച് പറയുന്നതെന്നാൽ എൻ്റെ വീഡിയോ ഒരുപാട് ലോങ് ആവും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.